തവനൂരിൽ 2 തവണ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ കെ ടി ജലീലിന് ഇത്തവണ ചിഹ്നമായി ലഭിച്ചത് ലോറി. 2 തവണയും തുണച്ച ഓട്ടോറിക്ഷ ഇത്തവണയും ആവശ്യപ്പെട്ടെങ്കിലും ഓട്ടോറിക്ഷ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഔദ്യോഗിക ചിഹ്നമായി പ്രഖ്യാപിച്ചതാണ് തിരിച്ചടിയായത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ ഓട്ടോറിക്ഷ സ്വതന്ത്ര ചിഹ്നങ്ങളുടെ ഗണത്തിലായിരുന്നതിനാൽ ചിഹ്നമായി ഓട്ടോറിക്ഷ തന്നെ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അതിനുശേഷമുണ്ടായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് വിനയായി. 2021ലും 2016ലും കെ ടി ജലീലിന്റെ ചിഹ്നം ഓട്ടോറിക്ഷയായിരുന്നു. 2011ൽ പുതുതായി തവനൂർ മണ്ഡലം രൂപീകരിച്ചപ്പോൾ ജലീൽ മത്സരിച്ചത് ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിലായിരുന്നു. ഇത് പിന്നീട് വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായതോടെയാണ് അതിനുശേഷം 2 തിരഞ്ഞെടുപ്പുകളിൽ ഓട്ടോറിക്ഷ തിരഞ്ഞെടുത്തത്. സാധാരണക്കാരുടെ ഇഷ്ടവാഹനം എന്ന നിലയിലായിരുന്നു ഓട്ടോറിക്ഷ ചിഹ്നമാക്കിയത്. ഇത്തവണ ലഭിച്ച ലോറി തിരഞ്ഞെടുപ്പുകളിൽ അത്ര പരിചിതമല്ലെന്നതിനാൽ ചിഹ്നം പരിചയപ്പെടുത്താൻ നന്നായി പ്രയത്നിക്കേണ്ടി വരും. ഇത്തവണ കോൺഗ്രസ് DCC പ്രസിഡന്റ് കൂടിയായ VS ജോയിയാണ് മുഖ്യ എതിരാളി. പാർട്ടി ചിഹ്നമായ കൈപ്പത്തിയിലാണ് ജോയ് ജനവിധി തേടുന്നത്. മണ്ഡലം രൂപീകരിച്ചത് മുതൽ കോൺഗ്രസ് ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. ആദ്യ തിരഞ്ഞെടുപ്പിൽ DCC പ്രസിഡന്റായിരുന്ന പരേതനായ അഡ്വക്കേറ്റ് VV പ്രകാശും രണ്ടാമത് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഇഫ്തിഖാറുദ്ദീനുമായിരുന്നു കെ ടി ജലീലിനെതിരെ മത്സരിച്ചത്. കഴിഞ്ഞ തവണ ലീഗ് നോമിനിയായി ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിൽ മത്സരിച്ചതും കൈപ്പത്തി ചിഹ്നത്തിലാണ്. നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായതോടെ മണ്ഡലത്തിലെ മത്സര ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. NDAയുടെ രവി തേലത്ത്, SDPIയിലെ അബ്ദുൽ ജലീൽ, സ്വതന്ത്രനായ അബ്ദുൽ ജലീൽ KT എന്നിവരാണ് മത്സരരംഗത്ത് അവശേഷിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികൾ. രവി തേലത്ത് താമര ചിഹ്നത്തിലും SDPIയിലെ അബ്ദുൽ ജലീൽ കത്രിക ചിഹ്നത്തിലും സ്വതന്ത്രനായ അബ്ദുൽ ജലീൽ KT ബലൂൺ ചിഹ്നത്തിലുമാണ് ജനവിധി തേടുന്നത്. KT ജലീലിന് മണ്ഡലത്തിൽ തുടർച്ചയായ 4ാം അംഗമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെയും തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിലെയും കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ UDFനാണ് ഭൂരിപക്ഷമെങ്കിലും മണ്ഡലം തന്നെ കൈവിടില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ജലീൽ വോട്ട് തേടുന്നത്. എന്നാൽ ഇത്തവണ ചരിത്രം മാറ്റാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് UDF കേന്ദ്രങ്ങൾ. വെൽഫെയർ പാർട്ടി പിന്തുണ ഉൾപ്പെടെ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് UDF കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. എഡിറ്റർ ലൈവ്, തവനൂർ. മജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം, ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.